നമ്മളൊരു ചീരയെ പറ്റി പറയുന്നതാണ് നമ്മുടെ പറമ്പുകളിലും പാടപറമ്പിലൊക്കെ കാണുന്ന ഒരു ചീരയാണ്. ഇതല്ലേ എന്താ ഈ ചീരയുടെ പേര് മുള്ളൻ ചീര എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന് ഈ തണ്ടിനോട് ചേർന്നൊരു മുള്ളുണ്ട്. ഇത് കാണിച്ചു തരാവേ. ഇവിടെ ഒരു മുള്ള് കാണാൻ പറ്റുന്നത് ഇവിടെ. ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണാൻ പറ്റുമെങ്കിൽ നമ്മൾ കാണിക്കാം. ഇതൊരു മുള്ളുണ്ട് ഇവിടെ ഒരു മുള്ളുണ്ട്. ഇതുപോലെ മുള്ള് ചാടി ഇപ്പുണ്ട്. അപ്പോൾ ഇത് ഈ ഓരോ തണ്ടിനോട് ചേർന്നൊരു മുള്ളുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചീര നമ്മുടെ നാടുകളിൽ പറയാൻ മുള്ളൻ ചീര എന്ന് പറയണം. അപ്പോൾ തമിഴിൽ പറയുന്നത് മുള്ളൻ ചീര, മുള്ളു ചീര, കാട്ടുമുള്ളൻ ചീര എന്നൊക്കെയാണ്. ആയുർവേദങ്ങളിൽ ഇത് പറയാൻ തൂതുവള ചീര എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് പ്രകാശമുള്ളിടത്താണ് ഈ ചീര വളരുന്നത്. അപ്പോൾ ഇത് വരൾച്ചയായാലും കുഴപ്പമില്ല, വെള്ളം സാമാന്യം കുറഞ്ഞാലും ഈ ചീര വളരുന്നുണ്ടായിട്ടാണ് കാണുന്നത്. ഇത് കുറേ ഉണ്ട്. ഇത് കണ്ടോ, ഇവിടെയൊക്കെ നിറച്ച് ചീരയാണ്. ഇതുണ്ട വളരാറുണ്ട്. പിന്നെ ഇത് കൃഷിയില്ലാത്ത സ്ഥലങ്ങളിൽ ഈ വരമ്പ് അതുപോലെ പാട അതിർത്തിയിൽ സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ വളരുന്ന കാണാവുന്നൊരു ചീരയാണ്. അപ്പോൾ ഇത് ഏകദേശം 1 മീറ്റർ പൊക്കത്തിലെങ്ങാണ്ട് വളരുന്നൊരു ചീരയാണ്. അപ്പോൾ ഈ ചീരയുടെ എടുക്കുന്ന പറഞ്ഞാൽ ഇളം തണ്ടാണ് ചേർന്നത്. ഇതുണ്ട് മുള്ള് വലുതാവുന്നതിന് മുമ്പ് നമ്മൾ ഈ ചീര പറിച്ചെടുക്കണം. അപ്പോൾ മുള്ള് വലുതാവുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ഈ ഇളം തണ്ടില്ല, ഇത് കണ്ട, ഈ ഇളം തണ്ടിന് മുള്ള് ചെറുതാണ്. അപ്പോൾ ഇത് പാകപ്പെടുത്തുമ്പോൾ അത് മുള്ള് മാറും. അപ്പോൾ നമ്മൾ കഴിക്കാൻ നേരത്തെ മുള്ള് ഇത് കഴിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. അപ്പോൾ ചിലവർ ഇത് കഴിക്കുന്നതിന് ഇതിൻ്റെ സൈഡിലൊരു മുള്ളുണ്ട്. ഇതേ മുള്ള് ഇതിൻ്റെ ഈ മുട്ടിലാണ് മുള്ളിരിക്കണത്. വേണ്ട ഈ മുട്ട് കണ്ട, ഈ മുട്ടിലാണ് മുള്ളിരിക്കണത്. ഈ മുട്ടിൻ്റെ മുള്ള് പറിച്ച് കഴിഞ്ഞാൽ ആ മുള്ള് പറിച്ച് മാറ്റിയിട്ടും ഇതുപോലെ ചീര തോരന തണ്ടൊക്കെ ആയിട്ടൊക്കെ കറികളിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഇതിൻ്റെ നമ്മളെ ശരീരത്തിന് ചില പ്രയോജനം ചെയ്യുന്നതാണ് ഈ ചീര കഴിച്ചാൽ. ബുദ്ധി വളർച്ച ഉണ്ടാകും. പിന്നെ ഷുഗറൊക്കെ നിയന്ത്രിക്കും. അർസസ് എന്ന് വെച്ചാൽ മൂലക്കുരു അതിന് ഒരു കുറയുന്നൊക്കെ പറയണം. ശ്വാസ സംബന്ധമായ രോഗങ്ങൾ ഒക്കെ ശരീരത്തിന് അതിന് നല്ലതാണെന്ന് പറയണം. പിന്നെ എൻ്റെ കണ്ണിൻ്റെ പ്രശ്നങ്ങളൊക്കെ പരിഹാരം കണ്ട് ആയുർവേദത്തിൽ ഈ കണ്ണിൻ്റെ പ്രശ്നങ്ങൾക്ക് ഈ ചീര നിർദ്ദേശിക്കാറുണ്ടെന്നാണ് പലരും പറയുന്നത്. അപ്പോൾ പക്ഷേ ഇതിൻ്റെ വേരും ഇലയും കായും, ഇതിൻ്റെ വേര് ഈ പറിച്ചെടുത്ത് കഴിയുമ്പോൾ വേരും ഈ ചെറിയ കായ ഉണ്ട്, ഇത് പൂ പോലെ ഇരിക്കണം, ഇതെല്ലാം ഇലയൊക്കെ ഇത് ഉപയോഗപ്രദമാണ്. അപ്പോൾ അത് ഈ പൂവാണെങ്കിൽ ഈ കഫം ഇതിൻ്റെ ഈ പൂവ് കണ്ട, ഈ പൂവാണെങ്കിൽ കഫമൊക്കെ ഇളക്കി കളയാനുള്ള ഒരു ഔഷധമാണ്. പിന്നെ ഇതിന് എടുക്കുന്ന നീരുണ്ട്. ഈ നീര് നമ്മുടെ ഈ ഔഷധങ്ങളിൽ ചില കളറ് ചേർക്കാൻ വേണ്ടി ഇതിൻ്റെ നീര് ഇലയുടെ ചാറ് പോലെയുള്ള സാധനങ്ങൾ ഒക്കെ അഴിച്ചിട്ട് നീരുണ്ടാക്കും. അപ്പോൾ ആ നീര് മരുന്നുണ്ടാക്കുന്നതിൽ കളറ് ചേർക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഇതിൻ്റെ ഇലയുടെ ചാറ് എൻ്റെ നീരെടുത്തിട്ട് ചെവി വേദനയാണെങ്കിൽ ചെവിയിൽ ഒഴിച്ചു കൊടുത്താൽ അത് ശമനം കിട്ടുമെന്നാണ് പറയുന്നത്. പിന്നെ ഇതിൽ വിറ്റാമിനുകളൊക്കെ ഉണ്ട്. ഇരുമ്പുണ്ട്, വിറ്റാമിൻ എ ഉണ്ട്, കാൽസ്യം ഉണ്ട്. പിന്നെ കൂടാതെ മാംസ്യം, കൊഴുപ്പ്, അന്നജമൊക്കെ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിനൊരു പ്രധാന ഒരു ഉപയോഗം കൂടിയുണ്ട്. ഇത് എന്ന് വെച്ചാൽ ഈ എല്ലൊക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വിത്ത് പച്ചമരുന്നായിട്ട് ഇതിൻ്റെ അരി എടുക്കും. ഇതിൻ്റെ അരി എടുത്തിട്ട് അരച്ചങ്ങണ്ട് പച്ചമരുന്നായിട്ട് ആ എല്ല് പൊട്ടിയ ഭാഗത്ത് കെട്ടി വെക്കാറുണ്ടെന്നാണ് പറയുന്നത്. ജോയിൻ്റ് ആവുമെന്നാണ് പറയുന്നത്. പിന്നെ രണ്ടാമത് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇലയും ഈ തണ്ടൊക്കെ പഴയ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. മുടി വളരാനായിട്ട് ഇതിൻ്റെ ഇലയൊക്കെ കൂടി ചേർത്ത് ഈ തണ്ടൊക്കെ ചേർത്തിട്ട് പഴമക്കാർ ഇതുപോലെ എണ്ണ കാച്ചി തേക്കാറുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു പ്രധാന ഉപയോഗം കൂടിയുണ്ട്. അപ്പോൾ ഇത്രയും ഈ ചീരയൊക്കെ നമ്മുടെ പരിസരത്തൊക്കെ ഇത് വച്ച് പിടിക്കാനല്ല, ഇതിൻ്റെ അരിയൊക്കെ ഇട്ട് നമ്മൾ ചീര പാകണ പോലെ പാകിയാൽ നമുക്കിത് വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ചീര പാകുന്ന വെച്ചാൽ ഈ മഞ്ഞപ്പൊടിയും മണ്ണുമായിട്ട് ചേർത്ത് കാഴ്ചയാണ് പാകുന്നത്, അല്ലെങ്കിൽ ഈ കീടബാധ ഉണ്ടാകും. അപ്പോൾ നമ്മളത്
സാധാരണ ചീരകൾ എങ്ങനെ വയ്ക്കുന്ന അതേപോലെയൊക്കെ ചീര വച്ച് പിടിപ്പിക്കുക. പിന്നെ ഇത് മുരടിപ്പ് മാറണമെങ്കിൽ ഒരു ഗ്ലാസ് ഗോമൂത്രമാണെങ്കിൽ 20 ഗ്ലാസ്സായിട്ട് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അല്ലെങ്കിൽ യൂറിയ ഒരു 10 ഗ്രാം എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്തിട്ട് കൊടുത്താലും മുരടിപ്പ് മാറാറുണ്ട്. ഇതിങ്ങനെ ചെയ്യുന്നവരൊക്കെ ഇങ്ങനെ പറഞ്ഞാണ്. പിന്നെ അടിവളമായിട്ട് കോഴിക്കാഷ്ട അല്ലെങ്കിൽ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത്തരം ചീരകളൊക്കെ നമ്മുടെ പറമ്പിൽ കാണാനാണ്. നമ്മുടെ ഈ നാട്ടിൽ കാണുന്ന ചീരകളൊക്കെ നമുക്ക് അനവധി ഉപയോഗങ്ങളുള്ള നമ്മളറിയുന്നില്ല ഈ കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇത്തരം നമ്മുടെ വീഡിയോകളൊക്കെ കാണാനായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ വാച്ച് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.